ഈ മുഹമ്മദ് റിയാസ് നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റ് മന്ത്രി, അദ്ദേഹം ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഒരു വ്ളോഗർ, അവരെ ചാരവൃത്തി ആരോപിക്കപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്, റിമാൻഡിലാണ്. വളരെ ആ സ്ത്രീക്ക് ഈ പാകിസ്ഥാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നതായിട്ട് ഏതാണ്ട് ഒരുപാട് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്, NIA-ക്ക് കിട്ടിയിട്ടുണ്ട്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്ററാണ്. അപ്പോൾ അത് മാത്രമല്ല, അവർക്ക് പാകിസ്ഥാനിയായ ഒരു ഡാനിഷ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഉള്ള ബന്ധം അങ്ങനെയൊക്കെ ഉണ്ട്. പാകിസ്ഥാനിലൊരു 3-4 തവണ അവർ പോയിട്ടുണ്ട്. പോയപ്പോഴൊക്കെ ഏതാണെന്നറിയാവോ, അതായത് ഈ BJP എന്നുള്ള പേരിലാണ് അട്ടാരി ബോർഡർ വഴി കയറി പോകുമ്പോൾ ആ ബോർഡറിൽ നിൽക്കുന്നവരുടെ അടുത്ത് പറയുന്നത് ഇതിൽ കാണാം, അതായത് ജ്യോതി മൽഹോത്ര BJP, അപ്പോൾ പിന്നെ പ്രശ്നമില്ല, BJP ആണെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് കയറി പോകുന്നത് കാണിക്കാം. ഏതായാലും ശരി, എന്തായാലും അവർ ഈ ഇന്ത്യയിലെ പാകിസ്ഥാൻ എംബസിയിലെ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ വളരെ അവസാനമൊക്കെ ആയിട്ട് വളരെ ബന്ധമുള്ളതായിട്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇനി എളുപ്പമൊന്നും പുറത്തിറങ്ങി പോകാൻ ബുദ്ധിമുട്ടാണ് അവർക്ക്. അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുവന്ന് ഈ ടൂറിസം പ്രൊമോഷന് വേണ്ടി കൊണ്ടുവന്നു. ഏതാണ്ട് 75 ലക്ഷം രൂപ മുടക്കി ചിലവാക്കി അവർ തന്ത്രപ്രധാനമായ ഒരുപാട് കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നിർബന്ധമായിട്ടും അന്നേരം തന്നെ അവർ പാകിസ്ഥാനിലേക്ക് അയച്ചു കൊടുക്കും. ആ രീതിയിൽ ഉള്ള ആളുകൾ എവിടെയൊക്കെ ആൾ കൂടും, വിനോദസഞ്ചാര കേന്ദ്രം ഏറ്റവും കൂടുതൽ ആൾ കൂടുന്ന എവിടെയാണ്, ഇതെല്ലാം ആ സ്ത്രീ കണ്ടുപഠിച്ചു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇവർ ഇത് പാസ് ചെയ്യും. അപ്പോൾ ഇതിനെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞത് മുഹമ്മദ് റിയാസ് ഒരു ചാരവൃത്തി നടത്തിയ ആളെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സ്ത്രീയായിട്ട് എന്തെങ്കിലും റിയാസിന് ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അമ്മാവപ്പനും മരുമോനും കൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് ഒരു ആലോചനയില്ലാതെ ചെയ്ത് വലിയ കുഴപ്പങ്ങളിലേക്ക് പോകുന്ന ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കാരണം ഈ സ്ത്രീയെ അവരുടെ പൂർവ്വകാല ചരിത്രം, അവരെന്തൊക്കെ ചെയ്യുന്നു, ആരുമായിട്ട് ഇതൊക്കെ അന്വേഷിക്കാതെയും നമ്മുടെ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെടാതെയും ഈ സ്ത്രീയെ ഇതിന് കൊണ്ടുവന്ന് ഇത് നടത്തി എന്ന് മാത്രമേ, പ്രൊമോഷൻ നടത്തി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് തെറ്റാണ്, അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും റിയാസിനെന്ന് ഞാൻ പറഞ്ഞു. അന്വേഷണം നേരിടായിട്ട് വരും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഇതിന് ഒത്തിരി സഹാക്കന്മാർ, ഇപ്പോൾ ആശുപത്രിയിലെ കുഴപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആരും ഇറങ്ങത്തില്ല. കാരണം മനസ്സിലായി സഹാക്കന്മാർക്കൊക്കെ. മനസ്സിലായത് മാത്രമല്ല, ജനങ്ങൾക്കത് അറിയാം എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത്രയും ബോധം അവർക്കുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും അതുകൊണ്ട് അതൊന്നുമില്ല. അപ്പോൾ ഇത് നോക്കിയിരിക്കുക, ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഏതാണ്ട് റിയാസിനെ പറഞ്ഞു, റിയാസിനോടുള്ള വിരോധമാണ്, ഇയാൾ ജഡ്ജിയാണോ ഒന്നാണോ കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അവന്മാർ അങ്ങനെ പറയുന്ന തെണ്ടിയർക്കൊന്നും മറുപടി ഞാൻ പറയേണ്ട ഉദ്ദേശിക്കുന്നതിൽ അതിൻ്റെ ആവശ്യമില്ല എനിക്ക്. ഇനി ഞാൻ പറയാൻ വന്ന കാര്യം പറയാം. ഇപ്പോൾ റിയാസിനെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞു തരാൻ ഞാനാണോ? BJP അല്ലേ ഇത് അന്വേഷണം നടത്തണമെന്നൊക്കെ പറയാൻ കാരണം? പക്ഷേ ഇപ്പോൾ വന്നേക്കുന്ന വാർത്തകളെന്ന് പറയുന്നത് BJPയെ കുറച്ച് വെള്ളം കുടിപ്പിക്കുന്ന വാർത്തകളാണ്. മാത്രമല്ല അതിൻ്റെ മുഴുവൻ വീഡിയോ എല്ലാം മാധ്യമങ്ങളെല്ലാം കാണിക്കുകയും ചെയ്തു. അതായത് നമ്മുടെ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ V മുരളീധരൻ, മുൻ മന്ത്രി, കേന്ദ്ര സഹമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൻ്റെ വിൻഡോ സൈഡിലെ സീറ്റിൽ ഇരിക്കുകയാണ്. കൂടാതെ നമ്മുടെ പഴയ BJPയുടെ പഴയ പ്രസിഡന്റ് K. സുരേന്ദ്രൻ, അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ കൃഷ്ണദാസ് ഉള്ളതായിട്ട് പറയപ്പെടുന്നു. ഞാൻ കണ്ടില്ല, പടം കണ്ടില്ല. ഏതായാലും ഇവരൊക്കെ ഉണ്ട്. അതിൽ ഈ V മുരളീധരൻ്റെ അടുത്തോട്ട് വന്ന് ജ്യോതി മൽഹോത്ര നിന്ന് സെൽഫി എടുക്കുന്നതിൻ്റെയും അദ്ദേഹമായിട്ട് കുശലപ്രശ്നം നടത്തുന്നതിൻ്റെയും ഒക്കെ പടങ്ങളുണ്ട്. അപ്പോൾ ഒരു വല്ലാത്ത ചിരിയോടുകൂടി ശ്രീ V മുരളീധരൻ ഇരുന്നു കൊടുക്കുന്നു. അതൊക്കെയാണ് കണ്ടത്. അപ്പം നിങ്ങൾ പറയേണ്ട BJP, ഇനി ഇതിനകത്ത് പ്രശ്നം എന്താണെന്നറിയോ? ഇതൊരുപാട് കുറച്ച് മുമ്പാണ്. അന്ന് ഇവർ ചാരവൃത്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. ഇവിടെ കേരളത്തിൽ വന്നത്, അല്ലാതെ വന്നു പോയത്, ടൂറിസത്തിന് വേണ്ടി വന്നത് ജനുവരിയിലാണ്, ഈ കഴിഞ്ഞ ജനുവരിയിലാണ്. അപ്പോൾ അതിന് മുമ്പാണല്ലോ വന്ദേ ഭാരത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ വർഷമായി. അപ്പോൾ അന്ന് ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കറിയാം, BJPക്ക് അറിയാൻ വയ്യാത്ത ജ്യോതി മൽഹോത്രയെ എങ്ങനെ റിയാസ് അറിയും? അതാണ് കാര്യം. BJP നേതാക്കൾക്ക് അറിയാൻ വയ്യാത്ത ജ്യോതി മൽഹോത്ര. ഇപ്പോൾ K. സുരേന്ദ്രനൊക്കെ അങ്ങ് വിളിച്ച് പറയല്ലേ, അന്വേഷണം നടത്തണം, അത് വലിയ കുഴപ്പമാണ്, വലിയ ഇതാണ്, ചാരവൃത്തി നടത്തിയവരെ കൊണ്ടുവന്നു. നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്, നിങ്ങളുടെ മേഖല ആദ്യം വില ചൂടുന്നത്. നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത്, ഞാൻ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല, അവിടെ
ഒരു 2 സ്ഥലങ്ങൾ അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ മുമ്പ് ഇപ്പോൾ കുറവാത് ഫൈലേറിയാസിസ്, അതായത് മന്ത് രോഗം ഒരുപാടുണ്ടായിരുന്നു ആളുകൾക്ക്. പലരുടെയും 2 കാലയിലും മന്താണ്. അങ്ങനെ ഈ 2 കാലയും മന്തുള്ളവന്മാർ എന്ത് ചെയ്യുമെന്നറിയാമോ? അവരൊരു അസോസിയേഷൻ പോലെ 4-5 പേര് ഒന്നിച്ച് ഒത്തുകൂടിയിട്ട് ഈ വരമ്പത്ത് ഇരിക്കും, വെള്ളത്തിലോട്ട് കാലും ഈ 2 കാലും ഇടും. അപ്പോൾ ഇടുമ്പോൾ ഈ മന്ത് കാണത്തില്ല, കാരണം വെള്ളം മൂടിക്കിടക്കുകയാണല്ലോ. അപ്പോൾ അതിലെ ഒരു കാലയും മന്തുള്ളവനെ എതിരൂടെ നടന്നിങ്ങനെ പോകുന്നുണ്ടെങ്കിൽ യവന്മാർ ഇരുന്നുകൊണ്ട് പറയും, ഛേ കണ്ടി നിനക്ക് നാണമില്ല, ഇടാ ഒരു മന്ത് കാലം പോകുന്നുണ്ടോ, നിനക്ക് വല്ല ചികിത്സയും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കും. 2 കാലയും മന്തുള്ളവനായി ഒരു കാലയും മന്തുള്ളവനെ ആക്ഷേപിക്കുന്നത്. അതാണ് നിങ്ങൾ ചെയ്തേക്കുന്നത്. നിങ്ങളുടെ 2 കാലയിലും മന്താണ്, എന്നിട്ടാണ് നിങ്ങൾ ഒരു കാലയും മന്തുണ്ടെന്ന് പറയപ്പെടുന്ന ഒരാളെ ആക്ഷേപിക്കാൻ പോകുന്നത്. അതാണ് ഞാൻ പറയാൻ കാര്യം. ഇതിൻ്റെ കാര്യം എന്താ, ഇത് നമ്മൾ ചിന്തിക്കണം. അതായത് അന്ന് ഇത് അറിയാൻ പാടില്ല, അന്ന് ചാരവൃത്തി ഉണ്ടോന്നൊന്നും അറിഞ്ഞൂടാ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ റിയാസ് എങ്ങനെ അറിയും? ഇത് പരസ്യം വന്നു കഴിഞ്ഞല്ലേ റിയാസും മനസ്സിലാക്കുന്നത് ഇവർ ചാരവൃത്തിക്കാരിയായിപ്പോയെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞ അതല്ല. നമ്മൾ പൊതുജനങ്ങളുടെ പണം എടുത്ത് ചിലവാക്കുമ്പോൾ അതിന് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയേ അത് ചിലവാക്കാവൂ. അല്ലാതെ ഈ ഇഷ്ടം പോലെ നമുക്ക് താല്പര്യമുണ്ട് ഒരാൾ, അയാൾ വലിയ വ്ളോഗറാണ്, ഒരുപാട് ആളുകൾ ഫോളോവേഴ്സ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഇതൊന്നും കാര്യമല്ല. ഇപ്പം ട്രാവലോഗിനെ സംബന്ധിച്ച് ടൂറിസത്തിനെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത് പ്രൊമോട്ട് ചെയ്യാനുള്ളത് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്, കേരളത്തിൽ നിന്നല്ല ലോകത്ത് എണ്ണപ്പെട്ട ഒരാളെന്ന് പറയുന്നത് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയാണ്, സഫാരി ചാനലിൻ്റെ ഉടമ. അപ്പോൾ അദ്ദേഹം അതിനെ ഉപയോഗിച്ചൂടെ? വല്ല കുഴപ്പവും സംഭവിക്കുമോ? അദ്ദേഹം ചാരവൃത്തിയൊന്നും നടത്തുമെന്ന് ആരും പറയത്തില്ലല്ലോ. ഇങ്ങനൊരു പ്രശ്നങ്ങളുമില്ല. അത് മതിയായിരുന്നു. അതിന് പകരമാണ് ഇങ്ങനെയുള്ള ഒരു പണി ചെയ്തത്. അത് ഈ വ്ളോഗറെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ആലോചന ഇല്ലാതെ ചെയ്ത കാര്യം എന്ന് ഞാൻ പറഞ്ഞു. ശരിയാണ്, അത് തെറ്റായിപ്പോയി ആ ചെയ്തത്, വേണ്ടായിരുന്നു. കാരണം അറിയാൻ വയ്യാത്ത ഒരു സ്ത്രീയെ അവരെ വിളിച്ചുകൊണ്ട് വന്ന് ഇതൊക്കെ നടത്തി. ഇതേപോലെ ഇനിയും കുഴപ്പത്തിലേക്ക് ചാടരുത്. ഇപ്പം BJP ആണ് ഇപ്പോൾ വെള്ളം കുടിക്കുന്നത്. കാരണം BJP ഇത് പറഞ്ഞപ്പോൾ ഇനി BJP ഇതിലേക്ക് പറയണ്ടേ, ഇത് അവരെ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, അതൊക്കെ കേട്ടില്ല കണ്ടില്ല ഇല്ലല്ലോ. ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുത്ത കൂട്ടത്തിൽ ഇവർ ഫോട്ടോ എടുത്തെന്നാണ് ഇപ്പം V മുരളീധരൻ പറയുന്നത്. അങ്ങനെ അല്ലല്ലോ നിങ്ങൾ ഈ റിയാസിനെ കുറിച്ച് പറയുന്നത്, അതല്ലല്ലോ പറയുന്നത്. അതുപോലെ സുരേന്ദ്രൻ എന്താ ഇപ്പോൾ വായടഞ്ഞു പോയോ? മിണ്ടുന്നില്ലല്ലോ. സുരേന്ദ്രൻ നിന്നില്ലേ ഈ വ്ളോഗറേയും കണ്ടുകൊണ്ട്? അപ്പോൾ ആലോചിക്കണം. നിങ്ങൾ ഇങ്ങനെ ഒരാളെ കുറ്റം പറയണമെങ്കിൽ നിങ്ങൾ ഒരാൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങളുടെ 3 വിരലുകൾ നിങ്ങളുടെ നേരെ ചൂണ്ടുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടേ പറയാവുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പം ഇതൊരു അബദ്ധം പറ്റിയതാണ്, അല്ലാതെ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നതല്ല. എന്നിട്ട് അതിപ്പോൾ എന്താണെന്നറിയോ റിയാസിനെ കുറിച്ച് പറയാൻ കാര്യം? റിയാസിൻ്റെ മുഹമ്മദ് റിയാസ് എന്നുള്ള മുഹമ്മദ് റിയാസിൻ്റെ പേരാണ് പ്രശ്നം. അതാണ് കുഴപ്പം. അല്ലായിരുന്നെങ്കിൽ പ്രശ്നമില്ല. അറിയാൻ വയ്യെന്ന് ആദ്യമേ അങ്ങ് ആളുകൾ പറഞ്ഞേനെ. പക്ഷേ ആളുകളല്ല നിങ്ങൾ പറഞ്ഞേനെ. ഇപ്പം നിങ്ങളിത് അറിഞ്ഞോണ്ടാ റിയാസ് വിളിച്ചു വരുത്തിയേ. ഇനി റിയാസിൻ്റെ പാകിസ്ഥാൻ ബന്ധം അന്വേഷിക്കണം എന്ന് പറയുന്നവന്മാരുണ്ട്. വിവരദോഷികളാണ്. അങ്ങനെയൊന്നും റിയാസിനൊന്നും ഒരു ബന്ധവും പാകിസ്ഥാൻ ബന്ധമൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല. അങ്ങനെ ഇല്ല. പക്ഷേ ഇതൊരബദ്ധം പറ്റിയതാണ്. ആ അബദ്ധം പക്ഷേ പറ്റാൻ പാടില്ല. പിന്നെ നിങ്ങൾ ഈ 2 പേരും വർഷങ്ങൾക്ക് മുമ്പേ ഇത് വന്നല്ലോ. സന്ദീപ് വാര്യർ, അതായത് BJP-ന്ന് വിട്ടുപോയ കോൺഗ്രസ്സിലെ സന്ദീപ് വാര്യർ പറഞ്ഞത് ഈ പാസുകൾ, അതായത് ഈ വന്ദേ ഭാരതിലേക്കുള്ള പാസ് അന്ന് കൊടുത്തത് BJP ഓഫീസിൽ നിന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. BJP ഓഫീസിൽ നിന്ന് ഈ പാസ് മെട്രോയിൽ കയറേണ്ടതേ പൊതുജനങ്ങളുടെ വകയാണ്. അതിൽ BJP-യിൽ ഓഫീസിൽ നിന്ന് കൊടുത്തെന്ന്. പണ്ട് ഇതുപോലെ നോട്ട് നിരോധനം കഴിഞ്ഞതിന് ശേഷം ഈ പുതിയ നോട്ട് അടിച്ചു വന്നപ്പോൾ അത് BJP ഓഫീസ് വഴി വിതരണം ചെയ്യുന്നു എന്ന് ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല ഉള്ളതാണോന്ന്, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഞാൻ. അപ്പോൾ എന്ന് പറയുന്ന പോലാണ് ഇത്. നിങ്ങൾ ഈ പാസ് നിങ്ങൾ കൊടുത്തെങ്കിൽ സുരേന്ദ്രൻ പറയണം എന്തിന് ജ്യോതി മൽഹോത്രയ്ക്ക് പാസ് കൊടുത്തു എന്ന്. അത് പറയാൻ സുരേന്ദ്രന് ബാധ്യതയുണ്ട്. എന്നിട്ടാണ് മുഹമ്മദ് റിയാസിനെ പറയുന്നത്. അത് പാടില്ല. നിങ്ങൾക്ക് മുഹമ്മദ് റിയാസ് അന്വേഷണ രീതി നേരിടണമെങ്കിൽ നിങ്ങൾ 2 പേരും അന്വേഷണം നേരിടണം. ഇതിനകത്ത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. കാരണം നിങ്ങളാണ് ആദ്യം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ സ്ത്രീയെ. എന്നിട്ടാണ് അപ്പോൾ അങ്ങനെ കണ്ടുള്ള ഇതുകൊണ്ടായിരിക്കാം റിയാസ് ചിലപ്പോൾ ഈ സ്ത്രീയെ ടൂറിസം ഡെവലപ്മെൻറ്റിന് വേണ്ടി വിളിച്ചേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുറ്റം പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം,
ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ വേറൊരാളെ കുറ്റം പറയാൻ.